ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റു. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പാചകം അങ്ങ് തുടങ്ങി. 5:30 ആകുമ്പോൾ എണീറ്റാൽ മതി. പക്ഷേ വീഡിയോ പിടുത്തവും കുക്കിങ്ങും എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം പോവും. കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ കിടന്ന് ധൃതി പിടിക്കേണ്ട. ആദ്യം തന്നെ കട്ടൻ ചായക്ക് വെള്ളവും വെച്ച് അതിനുശേഷം ഞാൻ തലേന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് അങ്ങ് തോരനാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച്. പിന്നെ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കിഴങ്ങ് കറിയായിരുന്നേ. അങ്ങനെ കിഴങ്ങ് കറിക്കുള്ളതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് കുക്കർ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റിയിട്ട് പൊടികളിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് എന്നിട്ട് നമ്മുടെ കിഴങ്ങ് ഇട്ട് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ചാൽ കിഴങ്ങ് റെഡിയാവും. കിഴങ്ങ് കറിക്ക് ഞാൻ തേങ്ങ ചേർക്കാറില്ല. ഇതാകുമ്പം തേങ്ങയും തിരങ്ങേണ്ട എളുപ്പപ്പണിയുക. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുള്ള അരപ്പ് അങ്ങ് സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് പിന്നെ അപ്പത്തിനുള്ള മാവും അതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് അപ്പം ചുടാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളി. അപ്പത്തിൻ്റെ മാവ് പൊന്തിയിട്ടില്ലെന്ന്. 2-3 അപ്പം ചുടാൻ തുടങ്ങിയപ്പോഴേ അപ്പം അങ്ങ് കല്ല് പോലെ ഇരിക്കുന്നു. എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് ഞാൻ മോന് കൊണ്ടുപോയി വെച്ച് കൊടുത്തേ. എന്നിട്ട് ഞാൻ കുറച്ച് നെത്തോലി അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അങ്ങ് പൊരിച്ചെടുത്തേ. അപ്പത്തിൻ്റെ മാവ് ശരിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ശർക്കരപ്പാനി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ച് പുട്ടിൻ്റെ മാവും കൂടി ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്റർ കറക്റ്റായി. ഞാൻ അതങ്ങ് ഉരപ്പായിട്ട് മാറ്റിയെടുത്തു. പുഴുങ്ങി വന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരിടത്ത് പാളിയെ നമ്മൾ അടുത്തടുത്തത് ശരിയാക്കണമല്ലോ. എന്നിട്ട് പോയി കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി കൊണ്ടുവന്ന് വീടിൻ്റെ മുകളിലങ്ങ് ഇടും. അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായതുകൊണ്ട് മഴ പെയ്താൽ നനയൊന്നും പേടിച്ച് നമുക്ക് എപ്പോഴും കയറി ഇറങ്ങിയേ വേണ്ടായേ. അങ്ങനെ അതും എല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ തുണിയെടുത്താണേ വന്നത്. തുണിയെടുത്ത് വന്ന് ഞാൻ മടക്കാൻ കൊണ്ടുവച്ചപ്പം എൻ്റെ പുത്രൻ ഇന്നിവിടെ ഛർദ്ദിലാന്നും പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കുക. ഞാൻ പറഞ്ഞെന്നെങ്കിൽ നിൻ്റെ തുണി മടക്ക്. 8 മണി കഴിഞ്ഞാൽ അവന് ഒരു കുഴപ്പവും ഇല്ല. 7:30 വണ്ടി വരും. 8 മണി കഴിഞ്ഞാൽ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല. അപ്പം കുറച്ചൊക്കെ എനിക്ക് മടക്കി തന്നതിനെ സഹായിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് അലമ്പൊക്കെ ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക്. എന്നാലും എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്ത് നമുക്കത് ചെയ്ത് തരും. പിന്നെ ഒരു 100 സംശയങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചോദിക്കും. അങ്ങനെ അവൻ്റെ തുണിയെല്ലാം മടക്കി, ഞാൻ എൻ്റെ തുണിയെല്ലാം മടക്കിയിട്ട് ഷീറ്റ് തട്ടിയിടാൻ നോക്കുകയാണ്. സമ്മതിക്കത്തില്ല, അതിനകത്ത് കയറി കിടക്കുക അങ്ങ്. കുരുത്തക്കേടോട് കുരുത്തക്കേട്. അപ്പം പിന്നെ ഞാൻ പോയി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മറ്റുള്ളവരിലോട്ട് എൻ്റെ വീഡിയോ എത്തത്തുള്ളൂ, എനിക്ക് വ്യൂസ് കൂടി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാം ഒന്ന് ചെയ്തേക്കണേ. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എന്നെ എന്തോത്തിനോ വന്ന് സോപ്പിടുക, എന്നിട്ടൊരു 100 സംശയം ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.